കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു ആരാധകരെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സും കഴിഞ്ഞ സീസണിലെ ഗോൾഡൻ ബൂട്ട് ജേതാവുമായിരുന്ന സൂപ്പർ സ്ട്രൈക്കർ ഡെമിറ്റിയോസ് ടിമാറ്റാക്കോസും തമ്മിൽ വേർപിരിഞ്ഞത്. ബ്ലാസ്റ്റേഴ്സ് വിട്ട് ദിമി ഈസ്റ്റ് ബംഗാളിലേക്ക് ചേക്കേറിയത് ആരാധകരിൽ വലിയ അമർഷം ഉണ്ടാകുന്നതിന് കാരണമായിരുന്നു. ദിമിയെ പോലൊരു താരത്തെ വിട്ടുകളയുന്നത് ഒട്ടും യോജിച്ച കാര്യമല്ല എന്നാണ് ഏവരും കരുതിയിരുന്നത്. കാരണം അദ്ദേഹത്തെ പോലെ ISLൽ താളം കണ്ടെത്തിയ ഒരു സ്ട്രൈക്കറെ റീപ്ലേസ് ചെയ്യുന്നത് അത്ര എളുപ്പമല്ല എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ ദിമിയുടെ പകരക്കാരനായ ഹേസൂസ് ജിമിനസിനെ എത്തിച്ച ബ്ലാസ്റ്റേഴ്സ് ദിമിയുമായി വേർപിരിയാനെടുത്ത തങ്ങളുടെ തീരുമാനം ആരാധകർ പ്രതീക്ഷിച്ചതുപോലെ ആഘാതം നൽകുന്നതല്ല എന്ന് തെളിയിച്ചു. നിലവിൽ ISLൽ ബ്ലാസ്റ്റേഴ്സിന്റെ ടോപ്പ് സ്കോററാണ് സ്പാനിഷ് സ്ട്രൈക്കറായ ഹേസൂസ് ജിമിനസ്. എന്നാൽ ദിമിക്ക് പകരം പല താരങ്ങളെയും ബ്ലാസ്റ്റേഴ്സ് സമീപിച്ചതാണ്. ഇവൻച്വലിയാണ് ഹേസൂസ് ജിമിനസിനെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തത്. എന്നാൽ മറ്റൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ജിമിനസിന് മുമ്പ് സ്വിസ് ദേശീയ ടീം താരമായിരുന്ന സ്ട്രൈക്കർ ഹാരിസ് സെഫ്രോവിച്ചിനെ സ്വന്തമാക്കാനായി ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചിരുന്നു എന്നതാണ് ആ ഒരു റിപ്പോർട്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ സഹപരിശീലകനായ ബ്രോജോം വെസ്ഫോമിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് സെഫ്രോവിച്ചിനെ സൈൻ ചെയ്യാനായിട്ട് ശ്രമിച്ചത്.